ഇത് ഏകദേശം ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 4-ാം തീയതി സെക്രട്ടേറിയറ്റിലെ പൈതൃക സംരക്ഷണ ബിൽഡിംഗ് ആയിട്ടുള്ള പഴയ നിയമസഭാ മന്ദിരത്തിൻ്റെ മുകളിലുള്ള ഒരു ഓഫീസിൻ്റെ മുകൾ ഭാഗം സീലിംഗ് ഇടിഞ്ഞ് വീണ് പരിക്കേറ്റത് സെക്രട്ടേറിയറ്റിലെ സഹകരണ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിക്കായിരുന്നു. ഇന്നലെ സമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ബിൽഡിങ്ങിൽ താരതമ്യേന പുതിയ ഒരു ബിൽഡിങ്ങാണ് സെക്രട്ടേറിയറ്റ് അനക്സ് 1. ഈ സെക്രട്ടേറിയറ്റ് അനക്സ് 1-ലെ 1-ാം നിലയിലുള്ള ടോയ്ലറ്റിൽ ഇന്നലെ ആ ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ ശ്രമിച്ച വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് വളരെ സാരമായി പരിക്കേറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. ഇതൊരു ഇപ്പോൾ ഒരു പതിവ് സംഭവമായിട്ട് സർക്കാർ ഓഫീസുകളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലും മരാമത്ത് പണികളോ മിനുക്ക് പണികളോ റിപ്പയറുകളോ മെയിൻ്റനൻസുകളോ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന പ്രവൃത്തികളല്ലാതെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കവും സർക്കാരിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. നമ്മൾ പറഞ്ഞതായിരുന്നില്ല ഈ വിഷയമൊക്കെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതി സംഭവം ഉണ്ടായപ്പോൾ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. മാധ്യമങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത ഒരു അധികൃതരാണ് സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇന്നലത്തെ ഈ സംഭവം തെളിയിക്കുന്നത്. മെനിങ്ങാന്ന് ഫൈനാൻസിൻ്റെ വകുപ്പിനടുത്ത് ഒരു ടോയ്ലറ്റിൽ നിന്നും ചെറിയൊരു പാമ്പും കുഞ്ഞിനെയാണ് ജീവനക്കാർക്ക് ബക്കറ്റിനകത്ത് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഇഴജന്തുക്കളുടെ വാസസ്ഥലമായിട്ട് സെക്രട്ടേറിയറ്റ് മാറുന്നു. ദിവസവും ഓരോരോ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഭൗതിക സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഈ പുറമോടിയിൽ മാത്രം നടക്കുന്നു എന്നുള്ളതാണ്. ചില മിനുക്ക് പണികൾ, പെയിൻറ്റ്, വൈറ്റ് വാഷിംഗ്, ഇത്തരത്തിലുള്ള പുറമേ കാണുമ്പോഴത്തേക്കും എല്ലാം ഭദ്രം, എല്ലാം നല്ല വൃത്തിയുള്ള ഒരു ബിൽഡിങ്, വെണ്ണക്കൽ കൊട്ടാരം സെക്രട്ടേറിയറ്റിനെ പുറത്തു നിന്ന് നോക്കുന്ന ആർക്കും വളരെ മനോഹരമായിട്ട് കാണുന്ന ഒരു സൗധം പോലെ അല്ലെങ്കിൽ മനോഹരമായ കൊട്ടാരം പോലെ ഇരിക്കുന്ന ഒരു ഭരണസിരാ കേന്ദ്രം. പക്ഷേ അതിനകത്തുള്ള ജീവനക്കാരൻ്റെ അവസ്ഥ ഇപ്പോൾ കമ്പ്യൂട്ടർ ടേബിളിൽ ഒന്ന് അമർന്നിരുന്ന് കഴിഞ്ഞാൽ സംഭവം അപ്പോഴേ പൊട്ടിപ്പോകുന്ന കമ്പ്യൂട്ടർ ചെയറുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന തേക്കിൻ തടിയിലുണ്ടായിരുന്ന കസേരകൾ, തേക്കിൻ തടിയിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ഇവയൊക്കെ തന്നെ ഇവിടെ നിന്ന് സൗജന്യമായിട്ട് ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് സർക്കാർ ഓഫീസുകളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അത് എവിടെയാണ് എത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പകരം ഞങ്ങൾക്ക് തന്ന ഈ പ്ലൈവുഡ് കസേരകളും പുതിയ കസേരകളും ന്യൂവുഡ് കൊണ്ടുള്ള ഫർണിച്ചറുകളും ഒക്കെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് വ്യാജേന കുറേ പൈസ ചിലവാക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു നന്മയും നേട്ടവും ഉണ്ടാകുന്നില്ല. നമുക്ക് കൃത്യമായി ജോലി ചെയ്യാനുള്ള ഒരു ഭൗതിക സാഹചര്യം സെക്രട്ടറിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു വിഷയം കൂടി ഇന്നലെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണ് ഈ പറഞ്ഞതുപോലെ സീലിംഗ് വീഴുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞത് പ്രകാരം ഇരിക്കാൻ പോലും കൃത്യമായ ഒരു സൗകര്യമില്ല, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ പൊട്ടി വീഴുമോ എന്ന പേടിയാണ്. പക്ഷെ അന്നൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഒന്നും കടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഇപ്പോഴാണല്ലോ ഈ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറഞ്ഞ അവസ്ഥയാണുള്ളത്. ജീവനക്കാരന് കഴിഞ്ഞ മാസം ഒരു ജീവനക്കാരന് ഒരു ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റി. ഇന്നലെ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള രീതിയിൽ, സീരിയസ് ആയിട്ടുള്ള രീതിയിൽ, ഗൗരവതരമായിട്ടുള്ള രീതിയിൽ ജീവനക്കാരന് പരിക്കേറ്റിരിക്കുന്നു. അപ്പോൾ ഇതൊരു നിത്യസംഭവമായിരിക്കുമ്പോൾ ഇത് കണ്ടും കേട്ടും സർക്കാർ ജീവനക്കാരന് ഒരുപാട് പരിമിതികളുണ്ട്. പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ ശബ്ദമുയർത്താനും ഒക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഞങ്ങൾക്ക് മറ്റ് പുറത്തുള്ള ഏതെങ്കിലും സമൂഹത്തിൽ മറ്റേതെങ്കിലും വിഭാഗം പണി മുടക്കുന്ന പോലെയോ അല്ലെങ്കിൽ സമരം ചെയ്യുന്ന പോലെ, ഗോഗോ വിളിക്കുന്ന പോലെ, കത്തിക്കുന്ന പോലെ ഒന്നും സമരം ചെയ്യാൻ സർക്കാർ ജീവനക്കാരന് കഴിയില്ല. ചില ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കുവാനും പ്രതിഷേധിക്കുവാനും ഒക്കെയുള്ള ശബ്ദം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴെന്ന് പറയുന്നത് നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇനി എത്ര ജീവൻ കൂടി നമ്മൾ വില കൊടുക്കേണ്ടി വരും, എത്ര പേർക്ക് കൂടി പരിക്കേറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക, അതൊന്ന് ചിന്തിക്കുക എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ രംഗത്ത് പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത്.